ക്രോഷേയിൽ ബിഗിനർ ഫ്രണ്ട്ലി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡോളാണിത്. അതായത് ബിഗിനർ ഫ്രണ്ട്ലി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ക്രോഷേ പഠിച്ചു തുടങ്ങുന്നവർക്കുള്ളതല്ല. ക്രോഷയൊക്കെ കുറച്ച് പഠിച്ച് ഒരു തഴക്കം വന്നവർക്കാണ് ഇനി ഡോൾസൊക്കെ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ഈ ഒരു ഡോൾ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് ഡോളിന് ആദ്യമായിട്ട് ആംസാണ് ചെയ്യുന്നത്. ആദ്യം നമുക്കൊരു സ്കിന്നിൻ്റെ കളറ്, അതായത് ഐവറി കളറോ ബെയ്ജോ അങ്ങനെ എന്തെങ്കിലും ഒരു കളർ എടുക്കുക. ഞാനിപ്പോൾ ഒരു ബെയ്ജ് ആയിട്ടുള്ള കളറാണ് എടുത്തിട്ടുള്ളത്. മിൽക്ക് കോട്ടൺ യാണാണ് ഫോർ പ്ലേയുടെ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ 2mm ഹുക്കാണ് യൂസ് ചെയ്യുന്നത്. അമ്മിഗുരുമി ചെയ്യുമ്പോൾ 2mm ഹുക്കാണ് ഏറ്റവും നല്ലതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചസൊക്കെ കുറച്ച് ടൈറ്റായിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ നമുക്ക് മാജിക് റിങ്ങിൽ സ്റ്റാർട്ട് ചെയ്യുന്നു. അതിൽ കൂടെ തന്നെ നമുക്കൊരു 6 സിംഗിൾ ക്രോഷയാണ് ആവശ്യമുള്ളത്. ഇനി ചില ലൈറ്റ് കളർ യാണായാലും എന്നാൽ ഒരുപാട് ഡാർക്ക് കളർ യാണായാലും നമുക്ക് സ്റ്റിച്ചസൊക്കെ വീഡിയോസിൽ കാണാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അപ്പോൾ നിങ്ങൾ മുകളിൽ എഴുതി വയ്ക്കുന്ന ഒരു ക്ലൂ നോക്കിയിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കണം. ഇപ്പോൾ ഒരു 6 സിംഗിൾ ക്രോഷേ ആയിട്ടുണ്ട്. നമുക്ക് മാജിക് റിങ് അങ്ങ് ക്ലോസ് ചെയ്യാം. അതിനുശേഷം ആദ്യത്തെ സ്റ്റിച്ചിൽ കൂടെ നമുക്ക് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്ത് സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. ഒരു ചെയിൻ സ്റ്റിച്ചും കൂടെ ഇട്ടിട്ട് പിന്നെ നമുക്കവിടെ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാനായിട്ട് പറ്റും. അതായത് എല്ലാ റൗണ്ടിലും നമുക്ക് സ്റ്റിച്ച് മാർക്കർ ഇടുന്നത് നല്ലതാണ്. കാരണം നമ്മൾ വളരെ ചെറിയ സ്റ്റിച്ചിലാണ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഒരു 6 സ്റ്റിച്ച് എന്നൊക്കെ പറയുമ്പോൾ നമുക്കിങ്ങനെ കയ്യിൽ പിടിക്കാനുള്ളതില്ല. അപ്പോൾ നമുക്ക് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. എപ്പോഴും സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാം. അടുത്ത റൗണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് 2 സിംഗിൾ ക്രോഷയും അതുപോലെ തന്നെ ഒരു ഇൻക്രീസുമാണ് നമുക്ക് ആവശ്യമുള്ളത്. രണ്ട് സിംഗിൾ ക്രോഷേ പിന്നീട് ഒരു ഇൻക്രീസ്. അപ്പോൾ 2 എണ്ണം കഴിയുമ്പോൾ പിന്നെ ഒരു ഇൻക്രീസ് എന്ന് പറയുമ്പോൾ അതിൽ 2 എണ്ണം വരും. അതായത് ഒരു സ്റ്റിച്ചിൽ തന്നെ നമ്മൾ 2 സിംഗിൾ ക്രോഷേ വെച്ചാണ് ചെയ്യുന്നത്. അങ്ങനെ ആകുമ്പോൾ ഈ റൗണ്ട് നമുക്ക് കംപ്ലീറ്റ് ആകുമ്പോൾ 8 സിംഗിൾ ക്രോഷേ നമുക്ക് കിട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ നമുക്ക് 8 സിംഗിൾ ക്രോഷേ ആയിട്ടുണ്ട്. ഈ റൗണ്ട് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റിച്ചിൽ കൂടെ വീണ്ടും ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ഒരു റൗണ്ട് കംപ്ലീറ്റ് ആക്കാം. സ്ലിപ്പ് സ്റ്റിച്ച് ചെയ്യാം. ഓക്കെ, അതിനുശേഷം നമുക്ക് വീണ്ടും ഒരു ചെയിൻ സ്റ്റിച്ച് ഇട്ടുന്നു. അതിൽ കൂടെ സ്റ്റിച്ച് മാർക്കർ ഇട്ട് മാർക്ക് ചെയ്ത് വയ്ക്കാം. നെക്സ്റ്റ് റൗണ്ടിൽ നമുക്ക് ഇപ്പോൾ 8 സിംഗിൾ ക്രോഷേ ഉണ്ട്. വീണ്ടും അപ്പോൾ ഒരു 8 സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യുന്നത്. അതായത് ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷേ വീതമാണ് നമ്മളിനി ചെയ്യുന്നത്. അപ്പോൾ വീണ്ടും ടോട്ടൽ 8 സിംഗിൾ ക്രോഷേ തന്നെയാണ് തേർഡ് റൗണ്ടിലും നമുക്ക് ചെയ്യേണ്ടതായിട്ട് വരുന്നത്. നമ്മൾ ചെറിയ ഹുക്ക് വെച്ച് ചെയ്യുന്നതുകൊണ്ട്, അതായത് 2mm ഒക്കെ ആകുമ്പോൾ നമ്മുടെ സ്റ്റിച്ചസ് വളരെ ചെറുതായിരിക്കും. നമുക്ക് ചില സമയത്ത് അത് കാണില്ല. അതായത് നോർമലി ചെയ്യുമ്പോൾ ഓക്കെയാണ്. പക്ഷേ നമുക്ക് വീഡിയോയിലേക്കൊക്കെ ചെയ്യുമ്പോൾ എവിടെയാണ് നമ്മൾ കുത്തുന്നതെന്നുള്ളത് കാണാനായിട്ട് ബുദ്ധിമുട്ടാണ്.
പിന്നെ സ്റ്റിച്ചസിൻ്റെ എണ്ണം നമ്മൾ ചെയ്യുന്നതിന് സ്റ്റിച്ച് മാർക്കർ ഉണ്ടെന്ന് കരുതി കൗണ്ട് ചെയ്യാണ്ടിരിക്കരുത്, കൗണ്ട് ചെയ്ത് തന്നെ പോകണം. ചെറിയ ചെറിയ സ്റ്റിച്ചസ് ആയതുകൊണ്ട് തന്നെ നമുക്ക് ചിലപ്പോൾ ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ അതിന് തൊട്ടടുത്തുള്ളത് എവിടെയാണെന്ന് ചിലപ്പോൾ കണ്ടെന്ന് വരില്ല, ഒരെണ്ണമൊക്കെ മിസ്സാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മളൊന്ന് എണ്ണം എടുത്തുകൊണ്ട് ഒന്ന് കൗണ്ട് ചെയ്തും കൂടി ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇപ്പോൾ തേർഡ് റൗണ്ടും കൂടി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. വീണ്ടും സ്റ്റിച്ച് മാർക്കർ അഴിച്ച് വെച്ച് നമുക്ക് അവിടെ ഒന്ന് ആ റൗണ്ട് അവസാനിപ്പിക്കാം. ഇനി റൗണ്ട് 4 മുതൽ 18 വരത്തേക്കും ഈ 8 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് നമുക്ക് കണ്ടിന്യൂ ചെയ്ത് പോകേണ്ടത്. അപ്പോൾ ഞാനത് കുറച്ച് സ്പീഡപ്പായി ചെയ്തതാണ് കേട്ടോ. അങ്ങനെ നമുക്ക് യാൺ കട്ട് ചെയ്ത് വെക്കാം. ഇനി അടുത്ത് നമുക്ക് ലെഗ്സ് ആണ് ചെയ്യാനുള്ളത്. ലെഗ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുമ്പം അതിൽ താഴെ കാണുന്ന ഷൂവിൻ്റെ പോർഷനിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്ത് തുടങ്ങുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ ഒരു ആമാണ് കാണിച്ചത്, അതുപോലെ ഒരെണ്ണം കൂടിയും ചെയ്ത് വെക്കണേ. ഇനിയിപ്പോൾ നമുക്ക് ലെഗ് സ്റ്റാർട്ട് ചെയ്യാം. അതിൽ ഷൂ ആണ് തുടങ്ങുന്നത്. ഒരു സ്ലിപ്പ് നോട്ട് ചെയ്തു. അതിനകത്ത് 6 ചെയിൻ സ്റ്റിച്ചാണിപ്പോൾ ചെയ്തിട്ടുള്ളത്. നമ്മൾ ഫസ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാണ്. ആദ്യത്തെ സ്റ്റിച്ച് നമ്മൾ കളഞ്ഞ് ബാക്കി താഴെ വരുന്ന സ്റ്റിച്ചിൽ തൊട്ട് നമുക്കിനി സിംഗിൾ ക്രോഷ്യാണ് വേണ്ടത്. അപ്പോൾ റൗണ്ട് 1 എന്ന് പറയുമ്പോൾ സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യാം. സിംഗിൾ ക്രോഷ്യയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 4 സിംഗിൾ ക്രോഷ്യയാണ് ആദ്യം നമുക്ക് ആവശ്യമുള്ളത്. 1 2 3 4. ഇനി നമുക്കൊരു ലാസ്റ്റ് സ്റ്റിച്ചാണ് അടുത്തത് വരുന്നത് കേട്ടോ. ഈ ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്ക് 3 സിംഗിൾ ക്രോഷ്യാണ് ചെയ്യേണ്ടത്. ഇപ്പോൾ ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞു, 1 കഴിഞ്ഞു, 2 3. നമുക്ക് അപ്പുറത്തെ സൈഡും കൂടിയാണ് ചെയ്യാനുള്ളത്. വീണ്ടും സിംഗിൾ ക്രോഷ്യ തന്നെയാണ്. ആദ്യത്തെ സ്റ്റിച്ചിൽ ഒരെണ്ണം, 1 2 3. ഇനി നമുക്ക് ലാസ്റ്റ് ഒരു സ്റ്റിച്ചും കൂടെ ഉണ്ട്. ലാസ്റ്റ് സ്റ്റിച്ചിൽ നമുക്കൊരു ഇൻക്രീസാണ് ചെയ്യേണ്ടത്. അതായത് 2 സിംഗിൾ ക്രോഷ്യ ഒന്നിച്ച് ചെയ്യണം. അപ്പം ഈ ഒന്നാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്കൊരു 12 സിംഗിൾ ക്രോഷ്യ ഇപ്പോൾ ഇതിനകത്ത് കിട്ടി. ഇനി നമുക്ക് നെക്സ്റ്റ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ സ്റ്റിച്ച് മാർക്കറായിട്ട് തുടങ്ങുകയാണ്. ആദ്യം തന്നെ നമുക്ക് ഇൻക്രീസാണ് ആവശ്യമുള്ളത്. സ്റ്റിച്ച് മാർക്കർ ഇട്ട് വെക്കണം. ഓൾറെഡി ഒരു ബ്രൗൺ കളർ യാൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് സ്റ്റിച്ചസ് കാണാൻ ബുദ്ധിമുട്ടാണ് വീഡിയോയിൽ. ഫസ്റ്റിന് നമുക്ക് ഇൻക്രീസാണ് ചെയ്യുന്നത്. വീണ്ടും സിംഗിൾ ക്രോഷ്യ, 1 2 3 ഇനി നമുക്ക് 3 ഇൻക്രീസാണ് ആവശ്യമുള്ളത്. ഓരോന്നിലും ഈ 2 എണ്ണം വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഇത് ആദ്യത്തെ ഇൻക്രീസാണ്. 1 കഴിഞ്ഞു,
ഇത് രണ്ടാമത്തെ ഇൻക്രീസ് കഴിഞ്ഞു. മൂന്നാമത്തെ ഇൻക്രീസാണ്. അത് കഴിഞ്ഞ് നമുക്ക് വീണ്ടും 3 സിംഗിൾ ക്രോഷയാണ് വേണ്ടത്. അതായത് ഓരോന്നിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. മൂന്നെണ്ണമായിട്ടുണ്ട്. ഇനി വരുന്ന 2 സ്റ്റിച്ചിലും ഇൻക്രീസാണ് വേണ്ടത്. അതായത് ഓരോന്നിലും ഈ 2 സിംഗിൾ ക്രോഷ്യ വീതം വെച്ചാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പം ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ നമുക്ക് 18 സ്റ്റിച്ചസാണ് നമ്മളിപ്പോൾ ചെയ്തിട്ടുണ്ടായിരിക്കുന്നത്. ഇനി അടുത്ത റൗണ്ട്, തേർഡ് റൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. തേർഡ് മുതൽ 5th റൗണ്ട് വരത്തേക്കും ഈ 18 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് നമുക്കിനി അറൗണ്ട് ചെയ്തുകൊണ്ടിരിക്കേണ്ടത്. അതായത് 3, 4, 5 അങ്ങനെയുള്ള 3 റൗണ്ടിലും 18 സിംഗിൾ ക്രോഷ്യ വീതം വെച്ചിട്ടാണ് ചെയ്യേണ്ടത്. അതിൽ ഇൻക്രീസോ ഡിക്രീസോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും നമ്മളിനി ചെയ്യുന്നില്ല. ഇപ്പോൾ 5th റൗണ്ട് വരെ ആയിട്ടുണ്ട്. 5th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് 5th റൗണ്ട് എത്തുമ്പോൾ നമുക്കൊരു രൂപം കിട്ടുന്നത്. ഇനി 6th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. 5 സിംഗിൾ ക്രോഷ്യാണ് വേണ്ടത്. ആദ്യം തന്നെ സ്റ്റിച്ച് മാർക്കർ എപ്പോഴും ഓൾവേസ് യൂസ് ചെയ്തുകൊണ്ടിരിക്കുക. ഒന്ന്, 2, 3, 4, 5 ഒരെണ്ണം അവിടെ ചെയ്തായിരുന്നു. ഇനി നമുക്ക് ഡിക്രീസ് ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ ഈ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രമാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത 2 സ്റ്റിച്ചിൻ്റെയും ഫ്രണ്ട് ലൂപ്പിൽ കൂടെ ഹുക്ക് ഇൻസേർട്ട് ചെയ്യുന്നു, യാൺ ഓവർ ആൻഡ് പുൾ ത്രൂ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് 2 ലൂപ്പ് ഹുക്കിലുണ്ടാവും, രണ്ടിൽ കൂടെ ഒന്നിച്ച് വലിച്ചെടുക്കുന്നു. അപ്പോൾ നമുക്ക് ഇതുപോലെ 4 ഡിക്രീസ് ഒന്നിച്ച് ചെയ്യാം. ഒന്ന് ചെയ്ത് കഴിഞ്ഞു. ഇതിപ്പോൾ രണ്ടാമത്തതാണ് ചെയ്യുന്നത്. നന്നായി നോക്കണേ. 2 എണ്ണം കഴിഞ്ഞു. അടുത്തത് മൂന്നാമത്തെയാണ്. അപ്പോൾ ഓരോ തവണയും 2 സ്റ്റിച്ച് ഒരുമിച്ചാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് നമുക്ക് ഡിക്രീസ് വരുന്നത്. അതിനുശേഷം ഡിക്രീസ് 4 എണ്ണം ചെയ്ത് കഴിഞ്ഞാൽ വീണ്ടും 5 സിംഗിൾ ക്രോഷ്യാണ് വേണ്ടത്. അപ്പോൾ നമുക്ക് നമ്മളുടെ സ്റ്റിച്ചിൻ്റെ എണ്ണം കുറയും, 14ലേക്ക് കുറഞ്ഞു വരും. അത് കഴിഞ്ഞ് നമ്മൾ 7th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ വീണ്ടും സ്റ്റിച്ച് മാർക്കർ യൂസ് ചെയ്യുന്നു. 7th റൗണ്ട് സ്റ്റാർട്ട് ചെയ്യുകയാണ്. നേരത്തെ പോലെ തന്നെ നമുക്ക് 5 സിംഗിൾ ക്രോഷ്യയിലാണ് തുടങ്ങുന്നത്. ഓരോ സ്റ്റിച്ചിലും ഓരോ സിംഗിൾ ക്രോഷ്യ വീതം 5 സിംഗിൾ ക്രോഷ്യ. അത് കഴിഞ്ഞ് നമുക്ക് 2 ഡിക്രീസാണ് ചെയ്യേണ്ടത്. നേരത്തെ നമ്മൾ 4 എണ്ണം ചെയ്തത്, ഇപ്പോൾ നമുക്ക് 2 ഡിക്രീസാണ് ചെയ്യേണ്ടത്. വീണ്ടും ഒരു 5 സിംഗിൾ ക്രോഷ്യ കൂടെ ചെയ്യാം. ഇപ്പോൾ നമുക്ക് ഈ റൗണ്ട് കംപ്ലീറ്റ് ആകുമ്പോൾ 12 സിംഗിൾ ക്രോഷ്യയാണ് കിട്ടുന്നത്.
സെവൻത്ത് റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷ്യ ഉണ്ട്. ഇനി 8, 9, 10 ഇനി വരുന്ന 3 റൗണ്ടിൽ നമുക്ക് ഈ 12 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യാനുള്ളത്. ഇപ്പോൾ എൻ്റെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബ്രൗൺ കളർ യാൺ കട്ട് ചെയ്യാം. അതായത് ഷൂസിൻ്റെ കഴിഞ്ഞു. ഇനി നമുക്ക് ലെഗിൻ്റെ ബാക്കിയുള്ള പോർഷനാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് കളറ് ചേഞ്ച് ചെയ്യാം. അപ്പോൾ നമുക്ക് കളർ ചേഞ്ച് ചെയ്യുന്നതിന് മുൻപ് നമുക്ക് ഈ ഷൂസിൻ്റെ ഉള്ളിൽ കോട്ടൺ ഫില്ല് ചെയ്യാം. നല്ല ടൈറ്റായിട്ട് തന്നെ എപ്പോഴും ഫില്ല് ചെയ്യുന്നതാണ് നല്ലത് കേട്ടോ. എങ്കിലാണ് നമുക്ക് ആ ഒരു ഷേപ്പ് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ പിടിക്കുമ്പോൾ അതിങ്ങനെ ഞെളങ്ങിയിരിക്കുന്ന പോലത്തെയൊക്കെ ഒരു ഫീല് വരും. അപ്പോൾ ഇപ്പോൾ നമുക്ക് നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. ഷേപ്പ് കറക്റ്റാക്കി പിടിച്ചുകൊണ്ട് തന്നെ ഫില്ല് ചെയ്യാം. നമുക്കിനി ബ്രൗൺ കളർ യാൺ ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കളയാം. അത് കഴിഞ്ഞ് ഇനി വീണ്ടും ആ ഒരു സ്കിന്നിൻ്റെ കളർ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ആമിന് ചെയ്ത സെയിം കളർ തന്നെ ഞാനൊരു ബേജ് കളർ യാൺ തന്നെയാണ് വീണ്ടും എടുത്തിട്ടുള്ളത്. ഞാൻ കളറ് ചേഞ്ച് ചെയ്യുവാണ്. ഇനി 11th റൗണ്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമാണ് ഇനി ചെയ്യാനുള്ളത്. അതായത് നമുക്ക് ഒരു സിംഗിൾ ക്രോഷ്യ ചെയ്തതിൻ്റെ 2 ലൂപ്പുകൾ നമുക്കവിടെ കാണാം. സാധാരണയായിട്ട് നമ്മൾ 2ൽ കൂടെ ഒന്നിച്ചാണ് ഹുക്ക് ഇൻസേർട്ട് ചെയ്ത് ചെയ്യാറുള്ളത്. ഇവിടെ നമുക്ക് ബാക്ക് ലൂപ്പ് എന്ന് പറയുമ്പോൾ ഉള്ളിൽ വരുന്ന ഒരു സ്റ്റിച്ച്, അതായത് ഉള്ളിലേക്ക്, അതായത് ആ കോട്ടൻ്റെ ഭാഗത്തേക്ക് വരുന്ന സ്റ്റിച്ചിലേക്കാണ് നമുക്കിനി ചെയ്യാനുള്ളത്. കണ്ടോ, ഫ്രണ്ടിൽ ഒരെണ്ണം ഉണ്ടായിരിക്കും, അതുപോലെ ബാക്കിലും ഉണ്ട്. നമുക്ക് ബാക്കിൽ വരുന്നത്, അതാണ് BLO എന്ന് പറയുന്നത്, ബാക്കിൽ വരുന്ന ആ ഒരു ലൂപ്പിൽ കൂടെ മാത്രമാണ് നമുക്കിനി സിംഗിൾ ക്രോഷ്യ ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ ഈ 11th റൗണ്ടിൽ നമുക്ക് സിംഗിൾ ക്രോഷ്യയാണ് ചെയ്യാനുള്ളത്. ഇൻക്രീസും ഡിക്രീസും ഒന്നുമില്ല, പക്ഷേ ബാക്ക് ലൂപ്പിൽ കൂടെ മാത്രമാണ് നമ്മളത് ചെയ്യുന്നത്. ഇതെല്ലാം അമ്മിഗുരുമി ചെയ്യുന്നതും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യമാണ്. അതുപോലെ തന്നെ അത് വീഡിയോ എടുത്തുകൊണ്ട് ചെയ്യാന്ന് പറയുന്നത് കുറച്ചും കൂടെ ഒരു ടഫസ്റ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. അതുകൊണ്ടാണ് ഞാനിത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാത്തത്. കുറച്ച് ചെയ്ത് ബാക്കി ലാസ്റ്റ് ആകുമ്പോഴത്തേക്കും കാണിക്കുന്നത്. ഞാനൊരു നോർമൽ ഫോണിലാണ് ചെയ്യുന്നത്. സോ നമുക്ക് വീഡിയോയുടെ ലെങ്ത്ത് കൂടുന്നതും കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ എന്തെങ്കിലും ഡൗട്ടായിട്ട് തോന്നുകയാണെന്നുണ്ടെങ്കിൽ വീണ്ടും ഒന്ന് ബാക്ക് അടിച്ച് കണ്ടു നോക്കണം. ഞാനിത് ഒരു റിട്ടേൺ ആയിട്ടുള്ള ഒരു ട്യൂട്ടോറിയൽ നോക്കിയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കും ഇതിൽ മനസ്സിലാവുന്നില്ലെങ്കിൽ ആദ്യം തന്നെ അതിൻ്റെ സ്റ്റെപ്പുകളൊന്ന് എഴുതി വെച്ച് നോക്കിയിട്ട് അത് നോക്കി ചെയ്യണതായിരിക്കും കുറച്ചും കൂടി നല്ലത്. ഇപ്പോൾ 11th റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി 12 മുതൽ 20 വരെയുള്ള റൗണ്ട് നമുക്ക് ചെയ്യണം. അത് മുഴുവനും സിംഗിൾ ക്രോഷ്യ തന്നെയാണ് ചെയ്യാനുള്ളത്. ഈ 12 സിംഗിൾ ക്രോഷ്യ തന്നെയാണ് വീണ്ടും ചെയ്യുന്നത്.
അതിന് ബാക്ക് ലൂപ്പും ഫ്രണ്ട് ലൂപ്പും അങ്ങനെയൊന്നുമില്ല. നോർമലായിട്ട് തന്നെയുള്ള 2 ലൂപ്പിൽ കൂടെ ഒന്നിച്ചാണ് ഇനി ചെയ്യാനുള്ളത് കേട്ടോ. അപ്പോൾ നമുക്ക് 12 മുതൽ 20 വരെയുള്ള റൗണ്ടിലും ഈ 12 സിംഗിൾ ക്രോഷേ വീതം വെച്ച് ചെയ്യാം. ചെയ്തതിന് ശേഷം കാണാം. ഇനി ഇപ്പോൾ നമുക്ക് ലെഗിൻ്റെ കളറ് കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഒരു കളറ് ചേഞ്ച് ചെയ്യാനാണ് ഇനി പോകുന്നത്. സോ നമുക്കിനി അത് ഫില്ല് ചെയ്യാം. ഇനി നമുക്ക് 11ാമത്തെ സ്റ്റെപ്പിൽ നമ്മളൊരു ബാക്ക് ലൂപ്പിൽ കൂടെയാണ് 12 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുള്ളത്. അപ്പം അതിനകത്ത് ഫ്രണ്ട് ലൂപ്പ് നമുക്കിവിടെ പുറത്തേക്ക് കാണാനായിട്ട് സാധിക്കും. അതായത് ഷൂവിൻ്റെ പോർഷൻ കഴിഞ്ഞ് ലെഗ് സ്റ്റാർട്ട് ചെയ്യുന്ന ആ ഒരു റൗണ്ടാണ് ഉദ്ദേശിക്കുന്നത്. ആ ഒരു ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം നമുക്കൊരു 12 സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യണം. അതായത് അതിൽ 2 ലൂപ്പിൽ ബാക്ക് ലൂപ്പ് മാത്രമാണ് നമ്മൾ യൂസ് ചെയ്തത്. ഫ്രണ്ട് ലൂപ്പ് അവിടെ ബാക്കി നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആ ഫ്രണ്ട് ലൂപ്പിൽ കൂടെ മാത്രം ഹുക്ക് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഒരു 12 സിംഗിൾ ക്രോഷേ കൂടെ ചെയ്യാം. അതായത് നമ്മുടെ ഷൂവും ലെഗും തമ്മിലുള്ള ഒരു വേർതിരിവ് എന്താണെന്ന് മനസ്സിലാക്കാനായിട്ടുള്ള ഒരു സ്റ്റെപ്പാണത്. ഷൂ ഇട്ടേക്കുന്ന ഒരു പോർഷൻ കംപ്ലീറ്റ് ആക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. അത് നിങ്ങൾക്ക് ലാസ്റ്റ് കാണുന്ന, അതായത് ബ്രൗൺ കളറിൽ ഏറ്റവും അവസാനം വരുന്ന ലൂപ്പ് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ മനസ്സിലാവും കേട്ടോ. ഇപ്പോൾ നമുക്ക് 12 സിംഗിൾ ക്രോഷേ ആയിട്ടുണ്ട്. യാൺ കുറച്ച് നീളത്തിൽ കട്ട് ചെയ്യാം. നമുക്കതിനകത്തൊരു സൂചി കോർത്തിട്ട് ഇനി ബാക്കിയുള്ള ഭാഗം ഒന്ന് തുന്നി വയ്ക്കാവുന്നതാണ്. എങ്കിലാണത് കറക്റ്റായിട്ട് ഇരിക്കുന്നത്. ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് തുന്നി വയ്ക്കുക. അപ്പോൾ ഒന്ന് കറക്റ്റായിട്ട് അത് ആ ഒരു റൗണ്ട് തന്നെ കംപ്ലീറ്റ് ആയിട്ടിരിക്കും. ഇത് നമുക്ക് ശരിക്കും ഇതിനകത്ത് കാണാൻ പറ്റുന്നില്ല, അതുകൊണ്ടാണ് ഒരു ബുദ്ധിമുട്ട് വരുന്നത്. ബ്രൗൺ യാണായതുകൊണ്ടാണ് കാണാത്തത്. നമ്മളിനി കട്ട് ചെയ്യുമ്പോൾ ബാക്കി നിൽക്കുന്ന ചെറിയ ഒരു നൂലിൻ്റെ പോർഷൻ ഉണ്ടായിരിക്കും. അതിന് നമുക്ക് ആ ബ്രൗൺ കളറിനുള്ളിലേക്ക് ഹുക്ക് വെച്ചിട്ട് തന്നെ വലിച്ച് ഉള്ളിലേക്ക് എടുക്കാം. വലിച്ചെടുക്കുമ്പോൾ കുറച്ച് ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ നമ്മൾ ഓൾറെഡി ഇതിനകത്തെല്ലാം കോട്ടൺ ഫില്ല് ചെയ്തിട്ടുണ്ട്. വലിച്ചെടുക്കുമ്പോൾ ആ കോട്ടൺ കൂടെ ഇങ്ങ് പോരാതെ വേണം ശ്രദ്ധിച്ച് ചെയ്യാനായിട്ട്. അതൊരു കുറച്ച് ടാസ്ക് ആയിട്ടുള്ള പരിപാടിയാണ്. അങ്ങനെ രണ്ടിനും ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് 2 ലെഗ് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ലെഗിൻ്റെ മുകളിലേക്ക് നമുക്കിനി ബോഡി പാർട്സ് സ്റ്റാർട്ട് ചെയ്യാം. ഇനി 2 ലെഗിന് ഒന്നിച്ച് പിടിക്കുക. അതായത് അതിൻ്റെ ഫ്രണ്ട് പോർഷൻ ബാക്ക് പോർഷൻ കറക്റ്റാക്കി വെച്ചുകൊണ്ട് ഒന്നിച്ച് പിടിക്കുക. എന്നിട്ട് ഒരേപോലെയുള്ള ഭാഗത്ത് നമുക്കൊന്ന് സ്റ്റിച്ച് മാർക്കർ ഇട്ട് വയ്ക്കാം. യാണിൻ്റെ കളർ ഞാൻ ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഗ്രീൻ കളറാണ് എടുത്തിട്ടുള്ളത്. ആദ്യം തന്നെ ആദ്യത്തെ ലെഗിലൊരു സ്ലിപ്പ് നോട്ട് ഇട്ടിട്ട് ഒരു 3 ചെയിൻ സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. രണ്ടാമത്തെ ലെഗിലേക്ക് ആ സെയിം സ്റ്റിച്ചിൽ കൂടെ തന്നെ ഒരു സിംഗിൾ ക്രോഷേ വെച്ച് ജോയിൻ ചെയ്തു. ഇനി നമുക്ക് എറൗണ്ട് എല്ലായിടത്തും സിംഗിൾ ക്രോഷേ ആണ് വേണ്ടത്. ഓരോ ലെഗിലും നമുക്ക് 12 സിംഗിൾ ക്രോഷേ വീതം അവൈലബിൾ ആണ് ഓൾറെഡി. അപ്പോൾ ഞാനിപ്പോൾ ചെയ്യുന്നത് റൈറ്റ് ലെഗിൽ കൂടെയാണ് ചെയ്യുന്നത്. റൈറ്റ് ലെഗിൽ ഓൾറെഡി 12 സിംഗിൾ ക്രോഷേ ഉണ്ട്. അത് കംപ്ലീറ്റ് ആക്കുക.
ഇപ്പം 12 സിംഗിൾ ക്രോഷേ ആദ്യത്തെ റൈറ്റ് ലെഗിലായിട്ടുണ്ട്. ഇനി നമ്മൾ ലെഫ്റ്റ് ലെഗിൽ നമുക്ക് ആദ്യം തന്നെ സ്ലിപ്പ് നോട്ട് ഇട്ട് സ്റ്റാർട്ട് ചെയ്തതൊരു 3 ചെയിൻ സ്റ്റിച്ചിലാണ്. അപ്പോൾ അതിലത്തെ ഓരോ ചെയിനിൻ്റെ ഉള്ളിൽ കൂടെയും ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യുക. അതായത് അതിനകത്ത് 3 സിംഗിൾ ക്രോഷേ നമുക്ക് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഈ 2 ലെഗും തമ്മിൽ കൂട്ടി യോജിപ്പിക്കുന്നത്. ഓക്കെ, ഇപ്പോൾ നമുക്കത് യോജിപ്പിച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ലെഫ്റ്റ് ലെഗിൽ വീണ്ടും നമുക്കൊരു 12 സിംഗിൾ ക്രോഷേക്കുള്ള സ്പേസ് അവൈലബിൾ ആണ്. വീണ്ടും അത് തന്നെ ചെയ്യാം. എക്സ്ട്രാ നിൽക്കുന്ന യാണിനെയൊക്കെ സ്റ്റിച്ചസിൻ്റെ ഉള്ളിലേക്ക് വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അധികം കട്ട് ചെയ്ത് കളയരുത്. ഒരുപാട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്കത് എവിടെയാണെന്ന് അറിയില്ല. കാരണം അത് അതിനകത്ത് കൂടെ അഴിഞ്ഞു പോരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കുറച്ചൊന്ന് നീളം ഉണ്ടെങ്കിലും നമുക്ക് ബാക്കിയുള്ള സ്റ്റിച്ചസ് ചെയ്യുമ്പോൾ അതിനകത്തൂടെ വെച്ച് ചെയ്യാനായിട്ട് ശ്രമിക്കാം. എന്നിട്ട് എക്സ്ട്രാ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് കട്ട് ചെയ്ത് കളയാം കേട്ടോ. ഇപ്പോൾ ലെഫ്റ്റ് ലെഗിലും ഞാനിങ്ങനെ 12 സിംഗിൾ ക്രോഷേ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ വീണ്ടും ആ 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ പോർഷൻ വന്നു. അതിനകത്ത് ഇപ്പുറത്തെ സൈഡിലേക്ക് 3 സ്റ്റിച്ചസ് ഉണ്ട്. അതിൽ 3-ൽ കൂടെ നമുക്ക് ഓരോ സിംഗിൾ ക്രോഷേ വീതം ചെയ്യാം. ഇപ്പോൾ 2 ലെഗിലും കൂടി 12 24 സിംഗിൾ ക്രോഷേ ചെയ്തിട്ടുണ്ട്. ഈ 3 ചെയിൻ സ്റ്റിച്ചിൻ്റെ 2 സൈഡിൽ കൂടെ ചെയ്തതായിട്ട് നമുക്കൊരു 6 സിംഗിൾ ക്രോഷേ കൂടി എക്സ്ട്രാ കിട്ടിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് 30 സിംഗിൾ ക്രോഷേ ആണ് ഈ റൗണ്ടിൽ നമ്മൾ മുഴുവനായിട്ടും ചെയ്തിട്ടുള്ളത്. 2 ലെഗിലും കൂടി 24 എണ്ണം വന്നു. നടുവിൽ വരുന്ന 3 ചെയിൻ സ്റ്റിച്ചിൽ കൂടെയാണ് നമുക്ക് 30 എണ്ണം കിട്ടിയത്. ഇനി 22 മുതൽ 27 വരെയുള്ള റൗണ്ടിൽ ഈ 30 സിംഗിൾ ക്രോഷേ തന്നെയാണ് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യേണ്ടത്. ഇപ്പം 27 റൗണ്ട് കഴിഞ്ഞു. ഇനി 28ാമത്തെ റൗണ്ടിൽ വരുമ്പോൾ BLO ആണ് ചെയ്യേണ്ടത്. ഈ 30 സിംഗിൾ ക്രോഷേ തന്നെയാണ് വേണ്ടത്. BLO ഞാൻ നേരത്തെ പറഞ്ഞതാണ്, നമുക്ക് ബാക്ക് ലൂപ്പാണ് ചെയ്യേണ്ടത് കേട്ടോ. സ്റ്റിച്ച് മാർക്കർ എപ്പോഴും നമ്മൾ യൂസ് ചെയ്യാനായിട്ട് ശ്രമിക്കണേ. ഏത് സ്റ്റിച്ച് മാർക്കർ ഇട്ടാലും നമുക്ക് എണ്ണം തെറ്റിപ്പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് കൗണ്ട് ചെയ്യും കൂടി ചെയ്യണം. ഇപ്പം ഞാനിവിടെ ബാക്ക് ലൂപ്പാണ് ചെയ്യുന്നത്. അതായത് 2 ലൂപ്പുണ്ട്. അതിൽ ഉള്ളിലേക്ക് വരുന്ന ലൂപ്പിൽ കൂടെയാണ് ഞാനിപ്പം സിംഗിൾ ക്രോഷേ ചെയ്യുന്നത്. ഇതുപോലെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യണേ. ഇപ്പം 28ാമത്തെ റൗണ്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ബാക്ക് ലൂപ്പാണ് നമ്മൾ ചെയ്തത്. ഇനി യാണിൻ്റെ കളറ് നമുക്കൊന്ന് ചേഞ്ച് ചെയ്യാം. കുറച്ചൊന്ന് മുകളിലേക്ക് വെച്ച് പിടിച്ച് ആ ഒരു 2 ലൂപ്പ് നമുക്കുണ്ട്. അതിനകത്തൂടെ ഹുക്കൊന്ന് ഇൻസേർട്ട് ചെയ്തിട്ട് വേണം നെക്സ്റ്റ് കളറ് എടുക്കാനായിട്ട്. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ആ ഒരു ചേഞ്ച്, അത് നമ്മൾ എങ്ങനെയാണ് അത് എടുത്തതെന്നുള്ളത് അറിയാനായിട്ട് സാധിക്കില്ല. കളർ ചേഞ്ച് ഇൻവിസിബിളായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഞാനൊരു വൈറ്റ് കളർ യാണാണ് അടുത്തതായിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. ഇതിപ്പോൾ ഇങ്ങനെ കാണുമ്പോൾ ഇതെന്തോ അവിടെ ഇവിടെയും വേറെ വേറെ കളേഴ്സ് എന്ന് തോന്നും. പക്ഷേ ഇത് കംപ്ലീറ്റ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് എന്ന കാര്യത്തിനാണ് കളർ ചേഞ്ച് ചെയ്തതെന്ന് മനസ്സിലാവേ. ഇനി വീണ്ടും ഞാൻ ഈ ബാക്ക് ലൂപ്പ് തന്നെയാണ് വീണ്ടും ചെയ്യാൻ പോകുന്നത്. ബാക്ക് ലൂപ്പിൽ കൂടെ ഈ വൈറ്റ് യാൺ വെച്ച് വീണ്ടും ഒരു 30 സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യാൻ പോകുന്നത്.
പിന്നെ അമ്മിക്കുരുമയൊക്കെ ചെയ്യുമ്പോൾ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഒരു ഡോളിനെ കംപ്ലീറ്റ് ആക്കാമെന്നൊന്നും വിചാരിക്കരുത്. ചിലപ്പം നമുക്ക് പറ്റുമായിരിക്കും, പക്ഷേ ഒരേ സ്ഥലത്ത് തന്നെ ഇരിക്കുന്നതും അതുപോലെ തന്നെ ഈ കൈ കൊണ്ട് ഇങ്ങനെ തുന്നിക്കൊണ്ടിരിക്കുന്നതും നമുക്ക് ഹെൽത്തിന് അത്ര നല്ലതായിരിക്കില്ല. കാരണം ഒരേ സ്ഥലത്ത് തന്നെ ഇരുന്നാൽ നമുക്ക് ബുദ്ധിമുട്ടാണ്. അതുപോലെ കയ്യിൽ കുറച്ച് ചിലപ്പോൾ നീര് വരാനോ അങ്ങനെയൊക്കെയുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ തന്നെ ഈ ഡോളിനെ കംപ്ലീറ്റ് ആക്കിയത് 2-3 ദിവസം കൊണ്ടാണ്. ഓക്കെ, ഇനി അടുത്തത് വരുന്ന 3 റൗണ്ടിലേക്ക് നമുക്ക് വീണ്ടും സിംഗിൾ ക്രോഷേ ആണ് ചെയ്യുന്നത്. 30 മുതൽ 33 വരെയുള്ള റൗണ്ടിൽ 30 സിംഗിൾ ക്രോഷേ തന്നെയാണ് ചെയ്യുന്നത്. ഞാനിപ്പോൾ അത് കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് കളർ ഒന്നും കൂടെയും ചേഞ്ച് ചെയ്യാം. ഞാനൊരു ഐവറി കളറിലേക്ക്, അതായത് ഐവറി അല്ല ബീച്ച് കളറിലേക്ക് തന്നെ വീണ്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ വീണ്ടും ബാക്ക് ലൂപ്പിൽ കൂടെ തന്നെയാണ് ചെയ്യുന്നത്. 34 ആണ് റൗണ്ട് വരുന്നത്. ബാക്ക് ലൂപ്പ് സിംഗിൾ ക്രോഷേ 30 തന്നെയാണ് വീണ്ടും നമുക്ക് ചെയ്യേണ്ടത്. ഇപ്പം ബോഡി ഏകദേശം കംപ്ലീറ്റ് ആവാറായിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള ഹെഡും ബാക്കി എല്ലാ കാര്യങ്ങളും നമുക്ക് അടുത്ത എപ്പിസോഡിൽ അല്ലെങ്കിൽ അടുത്ത പാർട്ടിൽ കാണാം. എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടെന്ന് തോന്നുകയാണെങ്കിൽ എനിക്കൊരു ലൈക്കും സബ്സ്ക്രൈബും തരാനായിട്ട് മറക്കരുത്. ഒത്തിരി കഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. സോ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഹെൽപ്പ് ചെയ്യണം. Thank you for watching.